പത്തനംതിട്ടയുടെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരോടും പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് നവ്യ ആ ഒരു ജോലിക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഫാഷൻ ഷോ അതുപോലെ പരസ്യം എന്നുള്ള ഇതിൽ അഭിനയിക്കാനും എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണ് നവ്യ ഇറങ്ങുന്നത്. പക്ഷെ അത് അനന്തപുരിയുള്ള ആർക്കും തന്നെ ഇഷ്ടമല്ലായിരുന്നു. മുത്തശ്ശന് പോലും ഇഷ്ടമല്ല. പോവണ്ട എന്ന് പറഞ്ഞൊരു സംഗതിക്കാണ് നവ്യ എല്ലാവരോടും അഹങ്കാരം കാണിച്ച് ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ നവ്യ ആ ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശനോട് നമ്മുടെ ദേവയാനിയൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ നവ്യ ആകെ മാറിപ്പോയി, ഒരുപാട് മാറ്റം വന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അബിയെ ജയിലിലാക്കിയതിൻ്റെ പിന്നിൽ നമ്മളെല്ലാവരും അവളോട് എതിർപ്പ് കാണിക്കുന്നതാണ്, അവളോട് മനഃപൂർവ്വം ചെയ്തതാണെന്ന് കരുതിയിട്ടാണ് അവളിപ്പോൾ സ്വഭാവം ആകെ മാറിപ്പോയത്. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യുമല്ലോ അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വരട്ടെ, നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. എന്തായാലും അവളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, എല്ലാം അറിയേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അതിക്രമിച്ചു എന്നല്ല, സമയം ഒരുപാട് കടന്നുപോയി, അവൾ അഹങ്കാരിയായി മാറിയിരിക്കുകയാണ്, അതിന് നല്ലൊരു ശിക്ഷ അവൾക്ക് കൊടുത്തേ പറ്റൂ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവരുടെ ആ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അതേസമയം നമ്മുടെ നവ്യ അഭിനയം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് വന്നിരുന്നു. അങ്ങനെ മുത്തശ്ശൻ പുറത്ത് പോയി ഒക്കെ കഴിഞ്ഞതിന് ശേഷം തൻ്റെ സുഹൃത്തിനെ കാണുകയാണ്. ആ ഒരു സമയത്താണ് സുഹൃത്ത് നവ്യയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, ഇത് തൻ്റെ മരുമകളല്ലേടോ, ഇപ്പോൾ പരസ്യമായിട്ട് ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ആണല്ലോ വരുന്നത്, ഇങ്ങനെ പരസ്യം ചെയ്തൊക്കെ ജീവിക്കാൻ മാത്രമുള്ള ഗതികേടിൽ എത്തിയോ അനന്തപുരിക്കാർ, എന്തൊരു മോശത്തരമാണ്, പല ആളുകളും നിങ്ങളെ എത്തരത്തിലാണ് പറയുന്നത് എന്നുള്ളത് നിനക്കറിയാമോ, ഇങ്ങനെയൊന്നും നീ മരുമക്കളെ അയക്കത്തില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ സംഭവിച്ചത്, നിന്നെ ധിക്കരിച്ചു കൊണ്ടാവും അല്ലേ, അല്ലാതെ നിൻ്റെ താല്പര്യപ്രകാരം ആവില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞടോ, നമ്മുടെ ഭരണകാലം അതുപോലെ ഒക്കെ കഴിഞ്ഞു, കാരണം വാർദ്ധക്യത്തിലേക്ക് എത്തിയല്ലോ, അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ധൈര്യമാണല്ലോ നമ്മളെ ധിക്കരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ വീറും വാശിയും ഇതൊന്നും ചൂടും ഒന്നും വിട്ടു പോയിട്ടില്ല. ഇതിനുള്ള മറുപടി ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഏതുവരെ പോകും എന്നുള്ളത് ഞാനൊന്ന് നോക്കിയതാണ്. ഏതായാലും അനന്തപുരിക്കാർ സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ നാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറവും കൂടെ വേണ്ടല്ലോ, അവളെ ഇഷ്ടത്തിനൊന്ന് ചെയ്യട്ടെ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഇനി കാണാൻ പോകുന്നത് അവളെ കണ്ടറിയാൻ തന്നെ വേണ്ടി വരുമെന്നൊക്കെ തീരുമാനിച്ചിട്ട് മുത്തശ്ശൻ അനന്തപുരിയിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നവ്യ അഹങ്കാരത്തിൽ തന്നെ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് മുത്തശ്ശൻ നേരെ വന്നിട്ട് നവ്യയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സമാധാനമായല്ലോ, നാട്ടിൽ തല ഉയർത്തി നിന്നിരുന്ന ഞാനിപ്പോൾ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് നീയാണ്, നീ ഒറ്റൊരുത്തി കാരണമാണ്, അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് നൽകണമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഓഹോ, ഞാൻ ചെയ്തത് നിങ്ങൾക്ക് തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ, അപ്പോൾ ആദർശേട്ടൻ ചെയ്തതോ, അതിനെന്തേ നിങ്ങൾക്ക് തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ ഒന്നും വന്നിട്ടില്ലേ, എൻ്റെ കാര്യത്തിലും അബീൻ്റെ കാര്യം വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്, ബാക്കിയുള്ളവർ എന്ത് തന്നെ ചെയ്താലും എന്ത് നെറികേട് കാണിച്ചാലും അത് നിങ്ങൾക്ക് തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ അല്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ, നീ മിണ്ടാതിരുന്നോ, നീ കൂടുതലൊന്നും ഇങ്ങോട്ട് സംസാരിക്കേണ്ട, ആദർശിൻ്റെ കാര്യം ഇവിടെ ഇടം വേണ്ട, അത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ കാണിക്കുന്നതൊക്കെ നിൻ്റെ അബിയോടായിരിക്കും കാണിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് തന്നെ ആദർശേട്ടനെ കുറ്റം പറഞ്ഞാലും അതൊക്കെ അബീൻ്റെ പേരിലേക്കാണല്ലോ ലാസ്റ്റ് വരുന്നത്, എന്താ നിങ്ങളൊക്കെ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ പറയാന്നൊക്കെ പറയുമ്പോൾ, ഇനിയും നിനക്ക് നിൻ്റെ ഭർത്താവിനെ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ നീ ജീവിച്ചിരിക്കുന്നതിലൊന്നും അർത്ഥമില്ല, ഇങ്ങനെ അഭിനയിക്കുന്നവരെ മനസ്സിലാക്കാത്ത ഭാര്യമാരുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ നീ ചെയ്യുന്ന പ്രവൃത്തി ഏതായാലും എനിക്ക് തൽക്കാലം ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അത് എൻ്റെ വീട്ടിൽ നിന്നിട്ട് നീ ചെയ്യേണ്ട കാര്യമില്ല, ഇപ്പോൾ എനിക്ക് എല്ലാ അധികാരവും ഈ വീട്ടിലുണ്ട്, ഞാൻ ആർക്കും ഇത് എഴുതി തന്നിട്ടോ ഭാഗം വെച്ചിട്ടോ ഇല്ല, അതുകൊണ്ട് എൻ്റെ തീരുമാനമാണ് ഇവിടെ നടക്കുക, അതുകൊണ്ട് പെട്ടിയും കിടക്കയുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് പോവുക, സ്വന്തം വീട്ടിൽ നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി, തറവേലകളും തറകാര്യങ്ങളും പരസ്യം ചെയ്യലും മറ്റുള്ളവരെ സമൂഹത്തിന് മുമ്പിൽ ഒരു നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികളും ഉളുപ്പില്ലായ്മ എന്നൊക്കെ ഇതിനെ പറയും. അപ്പോൾ ഈ ഉളുപ്പില്ലാത്ത പ്രവർത്തികളും കാര്യങ്ങളൊക്കെ നീ നിൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്നിട്ട് ചെയ്താൽ മതി, അല്ലാതെ ഈ അനന്തപുരയിൽ നിന്നിട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി ഇറക്കുകയാണ് നവ്യയെ. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, വേഗം പെട്ടിയും കിടക്കയും കുഞ്ഞുമായിട്ടൊക്കെ ഇറങ്ങിക്കോ, ഇതുവരെ നിൻ്റെ കാര്യത്തിൽ ഞാനൊരു ദയയും ഒക്കെ കാണിച്ചിരുന്നു, പക്ഷേ ആ ദയ ഇനി എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട, ഭർത്താവും അമ്മയ്ക്കും ഇതിനെന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ
നമ്മുടെ അബിയോടും ജലജയോടും ചോദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മരുമകളെ ആട്ടി ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾക്കിവിടെ അവകാശമുള്ളിടത്തോളം കാലം അവൾക്കും ഇവിടെ അവകാശമുണ്ടാകും, അതുകൊണ്ട് നവ്യയെ ഇറക്കി വിടുകയാണെങ്കിൽ ഞങ്ങളും ഇവിടെ നിന്ന് പോകുമെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആരും പറഞ്ഞില്ലല്ലോ, ആരും പിടിച്ചു വെച്ചിട്ടില്ലല്ലോ, പൊയ്ക്കോ, എല്ലാവരും ഇറങ്ങിപ്പോയാൽ അത്രയും സ്വസ്ഥവും സമാധാനവും ഈ കുടുംബത്തിനുണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയും ജലജയും ഒക്കെ അടക്കം ആട്ടി ഇറക്കുകയാണ് നമ്മുടെ മുത്തശ്ശൻ. അങ്ങനെ പിന്നീട് നവ്യ സങ്കടത്തോടു കൂടി ഒടുവിൽ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ജലജയും അഭിയും തീരുമാനിക്കുന്നുണ്ട്, അവളുടെ കൂടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടാതാവും, തൽക്കാലം അവൾ പോട്ടെ, എന്തായാലും വിശ്വസിക്കുന്ന രീതിയിൽ അവളെ ഒന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞൊന്ന് അവളുടെ മുമ്പിൽ അഭിനയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയുടെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട്, മോളെ നീ തൽക്കാലം നിൻ്റെ വീട്ടിൽ പോയി എന്തായാലും നീ നിൻ്റെ ജോലിയായിട്ട് മുന്നോട്ട് പോയിക്കോ, അത് നീ നിർത്തണ്ട, ഇവരുടേതൊന്നും നീ നോക്കണ്ട, തൽക്കാലം നീ അവിടെ നിൽക്ക്, നിന്നെ അഭി അങ്ങോട്ട് വന്ന് കണ്ടോളും, പിന്നെ ഞങ്ങൾക്കും നിൻ്റെ കൂടെ ഇറങ്ങണമെന്നാണ് ആഗ്രഹം, പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിചാരിച്ചതൊന്നും നമുക്ക് കിട്ടത്തില്ല, അതിനെക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നവ്യയെ വിശ്വസിപ്പിക്കുകയാണ് അഭിയും ജലജയും.